പത്തനംതിട്ട ജില്ലയിലെ എംഎൽഎമാർ കൂട്ടത്തോടെയാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുക. 5 നിയമസഭാ മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലെയും എംഎൽഎമാർ മത്സരത്തിനിറങ്ങാനാണ് സാധ്യത. ഇത്രയും എംഎൽഎമാർ മത്സരത്തിനിറങ്ങുന്ന ജില്ലയും പത്തനംതിട്ടയാണ്. ആറന്മുള എംഎൽഎ വീണ ജോർജ്, അടൂർ എംഎൽഎ ചിറ്റയം ഗോപകുമാർ, കോന്നി എംഎൽഎ അടൂർ പ്രകാശ് എന്നിവരായിരിക്കും ജില്ലയിൽ നിന്ന് ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കുക. സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായിട്ടില്ലെങ്കിലും എല്ലാ മുന്നണികളും കടുത്ത പോരാട്ടം നടത്താനാണ് എംഎൽഎമാരെ രംഗത്തിറക്കുന്നത്. ഞാൻ മാധ്യമങ്ങളിലൂടെ അറിയുന്ന ഇത് മാത്രമേ ഉള്ളൂ. പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കും. അപ്പോഴായിരിക്കും UDFിന്റെ ഉരുക്കുകോട്ടയായ ആറന്മുളയിൽ അട്ടിമറി വിജയം നേടിയ വീണ ജോർജിന് ക്രൈസ്തവ വോട്ടുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണി പത്തനംതിട്ടയിൽ മത്സരത്തിനിറക്കുന്നത്. ഈഴവ വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് അടൂർ പ്രകാശ് പരിഗണിക്കപ്പെടുന്നത്. ജനസ്വീകാര്യതയും MLA എന്ന നിലയിലുള്ള പ്രവർത്തനവും കണക്കിലെടുത്താണ് CPI ചിറ്റയം ഗോപകുമാറിനെ മാവേലിക്കരയിൽ മത്സരിപ്പിക്കാൻ തയ്യാറായത്. അനന്തപുരം രാമചന്ദ്രൻ, മീഡിയ 1, പത്തനംതിട്ട.